അഹമ്മദാബാദ് വിമാന അപകടം സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെത്തി. കഴിഞ്ഞ ദിവസം അദ്ദേഹം കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അഹമ്മദാബാദിലെ വിമാന അപകടം ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമാണ് എന്നും തന്റെ ചിന്തകൾ ദുരന്തം ബാധിച്ച എല്ലാവരോടും ഒപ്പമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതുപോലെ തന്നെ വാക്കുകൾക്ക് വിവരിക്കാനാകാത്ത വിധം ഹൃദയഭേദകമാണിത്. ഈ ദുഃഖകരമായ സമയത്ത് എൻ്റെ ചിന്തകൾ ദുരന്തം ബാധിച്ച എല്ലാവരുടെയും ഒപ്പമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തബാധിതരെ സഹായിക്കാനായി രംഗത്തുള്ള മന്ത്രിമാരും അതുപോലെ അധികാരികളുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ദുരന്തമുഖത്ത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവർക്ക് ആശ്വാസം പകർത്തുവാനും അതുപോലെ തന്നെ അവർക്ക് ധൈര്യം പകർന്നു നൽകുവാനും അദ്ദേഹത്തിന് സാധിക്കും എന്നതാണ് ഇവിടെ പ്രധാനം. അദ്ദേഹത്തിനൊപ്പം തന്നെ സിവിൽ വ്യോമയാന മന്ത്രി രാം എം നായിഡുവും അതുപോലെ തന്നെ സഹമന്ത്രി മുരളീധരും ഒപ്പമുണ്ട്. അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ അടിയന്തരമായി തന്നെ DNA സാമ്പിളുകൾ നൽകണമെന്നാണ് ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ദുരന്തം അന്വേഷിക്കാൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സംഘം അഹമ്മദാബാദിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. US ഏജൻസികളും ഇതിൽ പങ്കാളികളാകും. ഇന്നലെ നടന്ന വിമാന ദുരന്തത്തിൽ ഏകദേശം 294 പേരുടെ ജീവനാണ് നഷ്ടമായത്. വിമാനത്തിലെ യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതും. 11A സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രമേശ് വിശ്വാസ് കുമാർ എന്ന വ്യക്തിയാണ് രക്ഷപ്പെട്ടത്. വിമാനത്തിൽ 169 ഇന്ത്യൻ പൗരന്മാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും അതുപോലെ 7 പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനുമായിരുന്നു ഉണ്ടായിരുന്നത്. ലണ്ടനിലേക്ക് പോകുന്ന വിമാനം ടേക്ക് ഓഫിനിടെ അഹമ്മദാബാദിലെ വിമാനത്താവളത്തിന് സമീപത്തുള്ള ആശുപത്രി കെട്ടിടത്തിന് മുകളിലേക്കാണ് തകർന്നു വീഴുന്നത്. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ രഞ്ജിതയുടെ ഇളയ സഹോദരൻ DNA പരിശോധനയ്ക്കായി ഇന്ന് അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ തന്നെ തിരിച്ചറിയാൻ DNA പരിശോധന അനിവാര്യമാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും ഇന്നലെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തു. വിദേശത്തുള്ള രഞ്ജിതയുടെ മൂത്ത സഹോദരൻ ഇന്ന് നാട്ടിലെത്തും. 2 മക്കളും രോഗിയായ അമ്മയുമാണ് വീട്ടിലുള്ളത്. അഹമ്മദാബാദിൽ തകർന്നു വീണ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ വാർത്തകളും പുറത്തു വന്നു. അപകടം നടന്ന 9 മണിക്കൂറിന് ശേഷമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നത്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതോടുകൂടി തന്നെ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതേപോലെ തന്നെ വിമാനത്തിന്റെ പിൻഭാഗം കത്താതിരുന്നതിനാലാണ് വേഗത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായതെന്നും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇത് കണ്ടെടുത്തിരിക്കുന്നത്. അപകടത്തിന് തൊട്ടു മുൻപ് പൈലറ്റുമാർ സംസാരിച്ചതടക്കം ബ്ലാക്ക് ബോക്സിൽ നിന്ന് കണ്ടെത്താം. വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്നതും ബ്ലാക്ക് ബോക്സ് പരിശോധനയിലൂടെ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ അതായത് 294 മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വാർത്താ ഏജൻസിയായ PTI ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.